Hi, future doctors. I hope your NEET preparation is going well. NTA has come up with the next update, that is the public notice. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നീറ്റ് രജിസ്ട്രേഷന്റെ ഫൈനൽ ഡേറ്റ് 7th March നൈറ്റ് 11:50 PM വരെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസവും NTA മറ്റൊരു പബ്ലിക് നോട്ടീസിലൂടെ പറഞ്ഞിരുന്നു, ഒരു റിമൈൻഡർ, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് പാതി വഴിയിൽ ഫില്ല് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ചില സർട്ടിഫിക്കറ്റ്സ് അറേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ അത് അവിടെ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. വൺസ് അഗെയിൻ അവരൊരു റിമൈൻഡർ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് നീറ്റ് എക്സാം നടക്കുന്നത് നീറ്റ് 2025 മെയ് 4 തന്നെയായിരിക്കും. അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഉച്ച കഴിഞ്ഞ് 2 PM to 5 PM ആയിരിക്കും. ആൻഡ് എക്സാം വിൽ ബി കണ്ടക്ടഡ് ഓൺ പെൻ പേപ്പർ മോഡ്. ഇത്രയും കാര്യങ്ങൾ അവർ ക്ലിയർ ആയിട്ട് പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് മക്കള് നമ്മളോട് കമന്റ്സിലൂടെയും പേഴ്സണലായിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമായിരുന്നു, നിങ്ങൾ ഫോം ഫില്ല് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് വന്നു, അപ്പോൾ അത് എങ്ങനെ കറക്റ്റ് ചെയ്യും, എന്തെങ്കിലും ഇഷ്യൂ ആവുമോ? കാരണം കുറെ പേര് ഫോം സബ്മിഷൻ ചെയ്യാൻ നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷൻ അവർ തന്നിട്ടുണ്ട്. കാരണം അതിനൊക്കെ നമ്മൾ തന്ന റിപ്ലൈയും ആയിരുന്നു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നുള്ളത്. അപ്പോൾ കറക്ഷൻ വിൻഡോയുടെ കാര്യം ഈ പബ്ലിക് നോട്ടീസിൽ പറയുന്നുണ്ട്. അതായത് നീറ്റ് 2025 രജിസ്ട്രേഷൻ ഫോമിലെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാനുള്ള, എറേഴ്സ് ഫിക്സ് ചെയ്യാനുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവാൻ പോകുന്നത് 9th March മുതലാണ്. March 9 മുതൽ March 11 വരെ ഈ വിൻഡോ ഓപ്പൺ ആയിരിക്കും. March 11 രാത്രി 11:50 PM വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് കറക്ഷൻസ് നടത്താം ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം സബ്മിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും കറക്ഷൻസ് നടത്തിയതിന് ശേഷം ഏതെങ്കിലും അഡീഷണൽ ഫീ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിൽ, എല്ലാ ഡീറ്റെയിൽസിനും നിങ്ങൾ എക്സ്ട്രാ ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് പേ ചെയ്യണം. അത് നമ്മുടെ ബുള്ളറ്റിനിൽ, അതായത് NTA പബ്ലിഷ് ചെയ്ത നീറ്റ് 2025 ബുള്ളറ്റിനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്ഷൻ വിൻഡോയുടെ കാര്യമൊക്കെ. നീറ്റ് 2025 രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് ഏതൊക്കെ ഫീൽഡ്സിൽ കറക്ഷൻ ചെയ്യാന്നുള്ളത് Annexure 1 ആ ഒരു പബ്ലിക് നോട്ടീസിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തേത് പറയുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ഫാദറിന്റെ പേര്, ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ, ഓർ മദറിന്റെ പേര്, ക്വാളിഫിക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫാദറിന്റെയോ മദറിന്റെയോ ഡീറ്റെയിൽസേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ആൻഡ് ആഡ് ഓൾ ദ ഫോളോയിങ് ഫീൽഡ്സ്. എല്ലാത്തിലും മാറ്റം വരുത്താൻ പറ്റാവുന്ന ഫീൽഡ്സ് ഇതാണ്. ഒന്ന്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ ക്ലാസ് 10th and 12th ഡീറ്റെയിൽസ്, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി, കാറ്റഗറി, സബ് കാറ്റഗറി, PWD, സിഗ്നേച്ചർ, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഇൻ നീറ്റ് UG. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും മാറ്റങ്ങൾ വരുത്താം. പിന്നെ കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദർ പെർമനന്റ് ആൻഡ് പ്രസന്റ് അഡ്രസ്. അഡ്രസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നത് എക്സാമിനേഷൻ സിറ്റി സെലക്ഷൻ ആൻഡ് മീഡിയം ഓഫ് എക്സാമിനേഷൻ, ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പം ഇത്രയും ഫീൽഡ്സിലാണ് നിങ്ങൾക്ക് കറക്ഷൻ വരുത്താൻ അലൗഡ് ആയിട്ടുള്ളത്. പക്ഷെ ഇതിൽ ചിലത് മാറ്റങ്ങൾ വരുത്തുമ്പം ചില അഡീഷണൽ ഫീസ് ചിലപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും, എസ്പെഷ്യലി കാറ്റഗറി ഇതൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾ ആ ഫീ പേ ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. വളരെ കെയർഫുൾ ആയിട്ട്. കറക്ഷൻ വിൻഡോ 11 വരെ ഉണ്ട്. അപ്പം നിങ്ങൾ റഷ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി നിങ്ങളുടെ ഫോം ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഡീറ്റെയിൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു യൂസ് ദ കറക്ഷൻ വിൻഡോ ഫെസിലിറ്റി. ഇപ്പോൾ 7th നിങ്ങൾ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം 9th കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ റഷ് ചെയ്ത് ചിലപ്പോൾ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കൊണ്ടോ ഒരുപാട് ട്രാഫിക് കൊണ്ടോ ചിലപ്പോൾ അതിൽ എറേഴ്സ് കാണിക്കാം, ചിലപ്പോൾ അത് ലോഡ് ആവുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആവരുത്, ടെൻഷൻ ആവരുത്. പ്ലീസ് റിലാക്സ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി ഫോം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. ആൻഡ് ഓൾസോ റിമെമ്പർ ദിസ് വിൽ ബി യുവർ ഫൈനൽ സബ്മിഷൻ. അതായത് ഈ കറക്ഷൻ വിൻഡോയിൽ നിങ്ങൾ കറക്ഷൻ വരുത്തി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമ്മൾക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, മിസ്റ്റേക്സ് വരുത്താണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഇനി എന്താണ് ഇതിലൊന്നും പെടുന്നതല്ല, നിങ്ങൾ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക് ഇതിലൊന്നും ഉള്ളതല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് NTA ഡയറക്റ്റ് ആയിട്ട് ഇമെയിൽ അയക്കാം, ഫോൺ ത്രൂ അവരെ കോൺടാക്ട് ചെയ്യാം. ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരോട് ഞാൻ ഇത് പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലീസ് റൈറ്റ് ആൻ ഇമെയിൽ ആൻഡ് ഓൾസോ കോൾ ദം ആൻഡ് ആസ്ക് ദം ഫോർ ദ സൊല്യൂഷൻ ഡയറക്ട്ലി. ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ. അതിന്റെ ഇടയ്ക്ക് ഈ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ബൈ.